വെൽക്കം ബാക്ക് ടു ഡൈനാമിക്സ് മിഷണറി ക്ലാസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഗൈറോസ്കോപ്പിക് കപ്പിളിലെ സ്റ്റെബിലിറ്റി ഓഫ് ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഫോർ വീൽ പ്രോബ്ലം ആയിരുന്നു. ഇന്ന് നമ്മൾ മച്ച് മോർ ഡിഫിക്കൽട്ട് പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഡിഫിക്കൽട്ട് എന്ന് ഞാൻ പറയില്ല, ഒന്നുകൂടെ ബെറ്റർ പ്രോബ്ലം, നല്ലൊരു പ്രോബ്ലം ആണ്, സിമ്പിൾ പ്രോബ്ലം അല്ല. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം ആയിട്ട് മാറും. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോർ വീലിൽ ഈക്വലി വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഇനി സെന്റർ ഓഫ് ഗ്രാവിറ്റി ചേഞ്ച് ചെയ്തിരിക്കുന്ന പ്രോബ്ലങ്ങളാണ്. എ 2.2 ടൺ റേസിംഗ് കാർ ഹാസ് എ വീൽ ബേസ് ഓഫ് 2.4. വീൽ ബേസ് മീൻസ് വീൽ വിഡ്ത്ത്, ട്രാക്ക് വിഡ്ത്ത് ആണ്. And a track of 1.4 meter. The center of mass of the car lies 0.6 meter above the ground and 1.4 meter from the axle. അപ്പോൾ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ പറഞ്ഞു തന്നു. The equivalent mass of the engine parts are 140 kg with a radius of gyration 50 mm. And the back axle ratio is 5. Back axle ratio is 5. Engine shaft and flywheel rotate in clockwise direction when viewed from the front side. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത്. Each wheel has a diameter of 0.8 meter, moment of inertia 0.7 kilogram meter square. Determine the load distribution on each wheel when the car is rounding a curve 100 meter radius at a speed of 72 kilogram per hour to the left. First one, second one is to the right. അപ്പോൾ നമുക്ക് നോക്കാം, ഇതാണ് വാഹനം. ഫസ്റ്റ് വീൽ ഉണ്ട്, സെക്കൻഡ് വീൽ ഉണ്ട്, തേർഡ് വീൽ ഉണ്ട്, ഫോർത്ത് വീൽ ഉണ്ട്. ട്രാക്ക് വിടുത്ത് തന്നിട്ടുണ്ട് 1.4 മീറ്റർ ആണ്. അതുപോലെ തന്നെ വീൽ ബേസ് തന്നിട്ടുണ്ട് 2.4 മീറ്റർ. വീൽ ബേസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വീലിൽ നിന്നും ബാക്ക് വീലിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വീൽ ബേസ്. ബി എന്ന് പറയുന്നതാണ് വീൽ ബേസ്. ഡബ്ല്യു ട്രാക്ക് വിഡ്ത്ത് എന്ന് പറയുന്നതാണ് 1.4. സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷൻ തന്നിട്ടുണ്ട്. ഫ്രണ്ട് വീലിൽ നിന്നും ഫ്രണ്ട് ആക്സിൽ നിന്നും 1 മീറ്റർ, ബാക്ക് ആക്സിൽ നിന്ന് 1.4 ആയിരിക്കും. ടോട്ടൽ 2.4 ആയതുകൊണ്ട് ഇനി ശ്രദ്ധിക്കുക, ഗിവൺ ഡാറ്റ 2.2 ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2200 കിലോഗ്രാം. ബി തന്നിട്ടുണ്ട്, ഡബ്ല്യു തന്നിട്ടുണ്ട്, ഹൈറ്റ് 0.6 തന്നിട്ടുണ്ട്, എഞ്ചിന്റെ മാസ് തന്നിരിക്കുന്നുണ്ട്, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എഞ്ചിൻ തന്നിട്ടുണ്ട്, ഗിയർ റേഷ്യോ അതാണ് ബാക്ക് ടു ആക്സിൽ എന്ന് പറഞ്ഞു. ബാക്ക് ആക്സിൽ റേഷ്യോ തന്നിട്ടുള്ളത് 5. അതേപോലെ വീലിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 0.4 മീറ്റർ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് വീൽ തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട് റോഡിന്റെ. അതുപോലെ തന്നെ വെലോസിറ്റി 72 മീറ്റർ പെർ കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 1000 ഡിവൈഡ് ബൈ 3100. അപ്പൊ കാറ് ഫസ്റ്റ് ടേൺ ലെഫ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഫ്രണ്ടിൽ നിന്നാണ് ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളത് മറക്കരുത്. ഒബ്സർവർ കാറിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഒബ്സർവ് ചെയ്യുന്നത് കാറിനെ. കാർ ലെഫ്റ്റിലോട്ടാണ് ആദ്യത്തെ കേസിൽ തിരിയുന്നത്. സോ റിയാക്ഷൻ ഡ്യൂ ടു ദ വെയിറ്റ് ഓഫ് ദ കാർ. സിൻസ് അപ്പൊ നമുക്ക് അതിന്റെ ഓരോ വീലിലുള്ള റിയാക്ഷൻ കണ്ടുപിടിക്കുക. സിൻസ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ വെഹിക്കിൾ നോട്ട് അറ്റ് ദ സെന്റർ ഓഫ് ദ വെഹിക്കിൾ, സോ ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ വിൽ നോട്ട് ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, അപ്പൊ ഈ വാഹനത്തിന്റെ വെയിറ്റ് ഒരിക്കലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ഇല്ല. 4 വെയിറ്റും ടോട്ടൽ വെയിറ്റ് നമുക്ക് 2.22 ടൺ ഇൻറ്റു 9.8 21,582 ന്യൂട്ടൺ കിട്ടും. വെയിറ്റ് ഓഫ് ദി ഫ്രണ്ട് വീൽ WF എന്ന് എഴുതാം. വെയിറ്റ് ഓഫ് ദ റിയർ വീൽ, അപ്പൊ നമുക്ക് ഓരോ വീലിലും ആക്ട് ചെയ്യുന്ന ഫ്രണ്ട് വീലുകളിൽ ഒരേ വെയിറ്റുകളായിരിക്കും, ബാക്ക് വീലിൽ ഒരേ എമൗണ്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് ഫ്രണ്ട് വീലിനെ വെച്ചിട്ട് ഒരു മൊമെന്റ് എടുക്കുകയാണെങ്കിൽ, ഈ പോയിന്റിനെ വെച്ച് മൊമെന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ ഇൻറ്റു സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് 1.4. ടോട്ടൽ വാഹനത്തിന്റെ വെയിറ്റ് W ഇൻറ്റു 1 മീറ്റർ എന്ന് കൊടുക്കാം. സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് ടോട്ടൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ മൊമെന്റ് എടുക്കുമ്പോൾ റിയർ വെയിറ്റ് ഓഫ് ദ റിയർ വീൽ ഇൻറ്റു 2.4 ടോട്ടൽ ബേസ് ഫ്രണ്ട് ആക്സിലുള്ള ലെങ്ത് ആണ്. അതേപോലെ W ഇൻറ്റു 1 ഇത് ടോട്ടൽ വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ ഇൻറ്റു 1 മീറ്റർ ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്രണ്ട് ആക്സിലാണ് മൊമെന്റ് എടുക്കുന്നത്. അപ്പൊ WR കണ്ടുപിടിക്കുമ്പോൾ 21,582 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 2.4 യു വിൽ സിംപ്ലി ഗെറ്റ് 8,992 ആണ് എന്ത് റിയർ വീലിൽ ടോട്ടൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ ഫ്രണ്ട് വീലിൽ ടോട്ടൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? W is equal to WR plus WF ആണ്. അപ്പൊ ഫ്രണ്ടിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 12,589.5 ന്യൂട്ടൺ ആണ്. ഡിവൈഡഡ് ബൈ 2, കാരണം ഫ്രണ്ട് ആക്സിൽ 2 വീലുണ്ട്, ബാക്ക് ആക്സിൽ 2 വീലുണ്ട്. അപ്പൊ ഇതിന്റെ 2 പകുതി എടുക്കുകയാണെങ്കിൽ വെയിറ്റ് ഓൺ ഈച്ച് ഫ്രണ്ട് വീൽ എന്ന് പറയുമ്പോൾ 6,295 ആണ്. റിയർ വീലിലാവുമ്പോൾ വെയിറ്റ് ഓൺ ഈച്ച് റിയർ വീൽ എന്ന് പറയുമ്പോൾ 4,496 ആണ്. അപ്പോ റിയാക്ഷൻ, ഗ്രൗണ്ട് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്വേർഡ് ആണ് എടുക്കുക. R12 എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വീലാണ്. 12 എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വീല്. R34 എന്ന് പറയുന്നത് ബാക്ക് വീലാണ്. 12 പറഞ്ഞ ഫ്രണ്ട് വീല്,
3/4 എന്ന് പറഞ്ഞ ബാക്ക് വീലാണ്. നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ എഫക്ട് നോക്കാം. 4 IW(V²/R/R) എന്ന് എഴുതാം. 4 × 0.7 ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് വീൽ എന്ന് അറിയാം. V20² ആണ് മീറ്റർ പെർ സെക്കൻഡ്. 0.4 × 1000 ആണ് റോഡിന്റെ റേഡിയസ് എന്ന് അറിയാം. നിങ്ങൾക്ക് 28 ന്യൂട്ടൺ മീറ്റർ കപ്പിൾ ഡയറക്റ്റ് കിട്ടും. ഔട്ടർ വീലിന്റെ റിയാക്ഷൻ, ഔട്ടർ വീലിന്റെ ഗ്രൗണ്ട് റിയാക്ഷൻ ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നെങ്കിൽ CW/2 × ട്രാക്ക് വിഡ്ത്ത്. സോ ദാറ്റ് ഈസ് 28/2 × 1.4 10 ന്യൂട്ടൺ അപ്വേർഡ് കിട്ടും. 10 ന്യൂട്ടൺ അപ്വേർഡ് കിട്ടും ഔട്ടർ വീലില്. ഇന്നർ വീലില് 10 ന്യൂട്ടൺ ഡൗൺവേർഡ് കിട്ടും. സിമിലർലി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എഞ്ചിൻ (mk²) ആണ്. M 140 ആണ് എഞ്ചിന്റെ തന്നിട്ടുണ്ട്. K 0.15² വരും. ഡയറക്റ്റ് മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എഞ്ചിൻ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓഫ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ IE × ഒരു എഞ്ചിനേ ഉള്ളൂ. G × ω/W × ω/P എന്ന് എഴുതാം. ദാറ്റ് ഈസ് V²/R × R എന്ന് എഴുതാം. 3.15 × 5 × V² 20/R × R, that is 157.5 ന്യൂട്ടൺ. നിങ്ങൾക്ക് എന്ത് കിട്ടും? എഞ്ചിന്റെ ഗൈറോസ്കോപ്പിക് കപ്പിൾ കിട്ടും. റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡിപ് ദ ഫ്രണ്ട് ആൻഡ് റൈസ് ദ റിയർ, ബട്ട് ദ റിയാക്ഷൻ ഓഫ് ഗ്രൗണ്ട് വിൽ ബി ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ വാഹനത്തിന് ഏത് രീതിയിലാണ് കറങ്ങുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ക്ലോക്ക് വൈസ് വെൻ ഫ്യൂഡ് ഫ്രം ദ ഫ്രണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതെ, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെന്ന് വിചാരിക്കുക. സോറി. ഓക്കെ, അപ്പൊ അതൊരു ലെഫ്റ്റ് ടേൺ എടുക്കുകയാണെങ്കിൽ അതിന്റെ വെക്ടർ ആണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, സോ അവിടെ ഉണ്ടാവുന്ന കപ്പിൾ എന്ന് പറയുന്നത്, ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത് CD ആണ്. റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് D'(C') ആണ്. അപ്പൊ അത് വെഹിക്കിളിന്റെ ഫ്രണ്ട് ഭാഗത്തെ താഴ്ത്താനും, കാരണം എന്താ വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആണ് റിയാക്റ്റീവ് ഉണ്ടാവുക. നിങ്ങൾ ഈ ഡയഗ്രം നോക്കണ്ട. അപ്പൊ നിങ്ങളുടെ ഈ ഡയഗ്രത്തിൽ തന്നെ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ ഫ്രണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഇത് ക്ലോക്ക് വൈസ് കറങ്ങുക പറഞ്ഞാൽ, ക്ലോക്ക് വൈസിൽ നിങ്ങൾ ഒരു സാധനത്തെ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നേരെ ഉള്ളിലോട്ട് പോകുന്ന തമ്പ് ഓപ്പോസിറ്റിൽ പോകുക. അപ്പൊ അവിടെ നിങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ടായിരിക്കും നിങ്ങളുടെ വെക്ടർ ഉണ്ടാവുക, ഇങ്ങോട്ട്. ഇനി ലെഫ്റ്റ് ടേൺ എടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ലെഫ്റ്റ് ടേൺ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കി ക്ലോക്ക് വൈസ് ആയിരുന്നു, ഫ്രണ്ടിൽ നിന്ന് വെഹിക്കിൾ നോക്കുക, ക്ലോക്ക് വൈസ് കറങ്ങുന്നു. അപ്പൊ അടിയിലോട്ട്, അപ്പൊ ഇങ്ങനെ വരച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? അങ്ങോട്ട് വരും. റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഇങ്ങോട്ട് വരും. സോ ഈ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് എന്തായിട്ട് കാണാൻ പറ്റും? അതൊരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്ന് കാണാൻ പറ്റും. സോ അങ്ങനെ എടുക്കുന്ന കേസിലാണ് നിങ്ങൾക്ക് വെഹിക്കിളിന്റെ എന്ത് വരുന്നത്? ഫ്രണ്ട് ഭാഗം താഴ്ത്തുന്നതും ബാക്ക് ഭാഗം റിയർ എൻഡിനെ റൈസ് ചെയ്യുന്ന രീതിയിലാണ് വരിക. സോ ബട്ട് ദ റിയാക്ഷൻ ഓഫ് ഗ്രൗണ്ട് വിൽ ബി ഓപ്പോസിറ്റ്. അപ്പൊ എന്ത് ചെയ്യും? ഫ്രണ്ട് വീൽ എടുക്കുകയാണെങ്കിൽ 1-2 ആണ്. CE/2B. 2B ആണ് എടുക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഫ്രണ്ട് വീൽ എടുക്കുന്ന സമയത്ത് ഇവിടെ 2B ആണ്. 157.5 / 2 × 2.4 32.8 അപ്വേർഡ് ആണ് വരിക. കാരണം ഫ്രണ്ട് വീല് ഡിപ്പ് ചെയ്യുന്നതുകൊണ്ട് ഗ്രൗണ്ട് റിയാക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആ വരിക. റിയർ വീൽ എടുക്കുന്ന സമയത്ത് CE/2B 32.8 ഡൗൺവേർഡ് ആണ് വരിക. കാരണം അത് റിയർ വീൽ റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. The reaction is volved on left turn, but the reaction will be opposite direction when taking right turn. വെഹിക്കിൾ റൈറ്റ് ടേൺ ആണ് എടുക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് സെൻസിലാണ് വരിക. ഇനി റിയാക്ഷൻ ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ കപ്പിൾ ആണ് പറയുന്നത്. CC എന്ന് പറഞ്ഞാൽ mv²/R × H. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 528 ന്യൂട്ടൺ കിട്ടും. ഔട്ടർ വീൽ എടുക്കുകയാണെങ്കിൽ ഔട്ടർ വീലിൽ അപ്വേർഡ് ആണ് ഉണ്ടാവുക ഗ്രൗണ്ട് റിയാക്ഷൻ. കാരണം ഓവർ ടേൺ ചെയ്യുക, ഔട്ടർ വീലിനെ വെച്ചിട്ട് മറിയുക ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് 1886 വരും. ഇന്നർ വീലിൽ അത് ഡൗൺവേർഡ് ആണ് വരിക. സോ റിയാക്ഷൻ ഓൺ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FW, അതേപോലെ ഗൈറോസ്കോപ്പിക് എഫക്റ്റ്, അതേപോലെ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓഫ് എഞ്ചിൻ, അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സോ നമ്മൾ അത് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് വീലിന്റെ എടുക്കുമ്പോൾ ഓരോ വീലായിട്ട് എടുക്കണം. ഫസ്റ്റ് വീലിന്റെ എടുക്കുമ്പോൾ ഫസ്റ്റ് വീലിന്റെ അപ്വേർഡ് ആയിട്ടുള്ള വെയിറ്റ് ഉണ്ടാവും, ഡൗൺവേർഡ് ആയിട്ടുള്ള
ഗൈറോസ്കോപ്പിക് കപ്പിൾ ഉണ്ട്. ഇവിടെ 10 ന്യൂട്ടൺ ഡൗൺവേർഡ് ആണ്. ഫസ്റ്റ് ഇന്നർ വീൽ വരുമ്പോൾ 1, ഫസ്റ്റ് വീലാണ് 1. അപ്പൊ നെഗറ്റീവ് പ്ലസ് 32. ഇവിടെ R1ന് പ്ലസ് 32 ആണ് അപ്വേർഡ്, പിന്നെ മൈനസ് ആണ് R1ന്. ഇവിടെ ഇന്നർ വീലിന് മൈനസ് ആണ്, ഡൗൺവേർഡ് ആണ്. അങ്ങനെ ഓരോന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ വാല്യൂസ് കിട്ടും. ഓക്കെ, ഓരോ വീലിലും ഉണ്ടാവുന്ന നെറ്റ് റിയാക്ഷൻസ് കിട്ടും. സോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കാറ്. ഓൾ ദ റിയാക്ഷൻ ഡ്യൂ ടു ഗൈറോസ്കോപ്പിക് കപ്പിൾ ആൻഡ് സെൻട്രിഫ്യൂഗൽ കപ്പിൾ ചേഞ്ചസ് ഇറ്റ് സൈൻ. അപ്പോ വെയിറ്റ് അതുപോലെ തന്നെ ഇടാം. ഇവിടെ ഉണ്ടാവുന്ന മൈനസ് ഉള്ള 10 ആക്കി കൊടുക്കാം, ഏത് ഗൈറോസ്കോപ്പിക് കപ്പിൾ. അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ, 2 ഗൈറോസ്കോപ്പിക് കപ്പിൾ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സൈൻ ഇടുക. സെൻട്രിഫ്യൂഗൽ കപ്പിളിന്റെ സൈന് മാറ്റുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? റൈറ്റ് ടേണിൽ തിരിയുന്ന സമയത്തുള്ള ഫോഴ്സും കിട്ടും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു പ്രോബ്ലം ആണ്. A four-wheel motor car has mass 2000 kg, has a wheelbase 2.5 meter, track width 1.5, height of center of gravity 500 rpm above the ground level, lies at 1 meter from the front axle. Each wheel has an effective diameter of 0.8 meter, moment of inertia 0.8 kilogram meter square. The drive shaft of the engine, flywheel, transmission are rotating 4 times the speed of road wheel in clockwise direction when viewed from the front, and the equivalent mass of 75 kg have a radius of gyration 100 millimeter. If the car taking a right turn 60 meter radius 60 km per hour, അതായത് വെലോസിറ്റി കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ലോഡ് ഓൺ ഈച്ച് വീൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. മാസ് തന്നിട്ടുണ്ട്, ബേസ് തന്നിട്ടുണ്ട്, വിഡ്ത്ത്, ട്രാക്ക് വിഡ്ത്ത് തന്നിട്ടുണ്ട്, എച്ച് തന്നിട്ടുണ്ട്, RW വീലിന് തന്നിട്ടുണ്ട്, IW തന്നിട്ടുണ്ട്, G തന്നിട്ടുണ്ട്, ME തന്നിട്ടുണ്ട്, മൊമെന്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നിട്ടുണ്ട്. എല്ലാം ഗിവൺ ഡാറ്റാസ് ആണ്. സോ സിൻസ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് കാർ ലൈറ്റ് അറ്റ് 1 meter ഫ്രം ദി ഫ്രണ്ട് ആക്സിൽ, സെന്റർ ഓഫ് ഗ്രാവിറ്റി പറയുന്നത് 1 meter ആണ് ഫ്രണ്ട് ആക്സിൽ എന്ന് പറഞ്ഞു. അപ്പൊ വെയിറ്റ് ഒരിക്കലും യൂണിഫോം ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ഫ്രണ്ട് വീലിലും റിയർ വീലുകളിലും ഉണ്ടാകുന്ന വെയിറ്റുകൾ ഡിഫറെന്റ് ആയതുകൊണ്ട് അത് കണ്ടുപിടിക്കാം. ഇവിടെ ഇതാണ് ഞാൻ ഫസ്റ്റ് വീൽ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വീൽ, ദിസ് ഇസ് അവർ സെക്കൻഡ് വീൽ, തേർഡ് വീൽ, ഫോർത്ത് വീൽ. സോ 1 meter ഫ്രണ്ട് ആക്സിൽ നിന്ന് 1 meter അകലെയാണ് എന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ടോട്ടൽ 2.5 meter ആണ്. ബേസ് തന്നിട്ടുണ്ട്. വിഡ്ത്ത്, ഫ്രണ്ട് വീലിന് വിഡ്ത്തുകൾ തന്നിട്ടുണ്ട്. ട്രാക്ക് വിഡ്ത്ത് 1.5 meter ആണ്. ഞാൻ ഫ്രണ്ടിൽ നിന്നാണ് വ്യൂ ചെയ്യുന്നത് എന്നുള്ളതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ വെയിറ്റ് പറഞ്ഞാൽ mg കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് WF ഫ്രണ്ട് വീലിലുള്ള വെയിറ്റ്, ഫ്രണ്ട് വീലുകളിലുള്ള മൊത്തം ആക്സിലുള്ളത്, WR എന്ന് പറഞ്ഞാൽ ബാക്ക് ആക്സിലുള്ള വെയിറ്റ്. സോ മൊമെന്റ് ഫ്രണ്ട് ആക്സിലിനെ വെച്ചിട്ട് ഞാൻ മൊമെന്റ് എടുക്കുമ്പോൾ എഞ്ചിനിലുള്ള ജിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ വെയിറ്റ് ഇൻറ്റു 1 meter, അതേപോലെ ബാക്ക് ആക്സിലുള്ള WR ഇൻറ്റു 2.5 meter. സോ WR ബാക്ക് ആക്സിലുള്ള വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7848. ടോട്ടൽ സമ്മേഷൻ ചെയ്യുമ്പോൾ WR പ്ലസ് WF നിങ്ങൾക്ക് ഡയറക്ട്ലി കണ്ടുപിടിക്കാം. 11,772 എന്ന് വരും. സോ വെയിറ്റ് ഓൺ ഈച്ച് ഫ്രണ്ട് വീൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ഫ്രണ്ട് വീലിൽ ഉണ്ടാകുന്നത് 5886 ന്യൂട്ടൺ, റിയർ വീലിൽ 3925 ന്യൂട്ടൺ വരും. റിയാക്ഷൻ ഓൺ ഈച്ച് ഫ്രണ്ട് വീൽ 1-2ന്റെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അപ്വേർഡ് ആയിരിക്കും. ബാക്ക് വീൽ എന്ന് പറയുന്നതും അപ്വേർഡ് ആയിരിക്കും റിയാക്ഷൻ. ഇനി നമ്മൾ അതിന്റെ ഗൈറോസ്കോപ്പിക് കപ്പിൾ ആണെങ്കിൽ 4 × I omega v square by RR, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4.8 16.67 അതാണ് v സ്ക്വയർ വരിക. 0.4 60 വരുമ്പോൾ 37 ന്യൂട്ടൺ മീറ്റർ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓഫ് വീൽ കിട്ടും. ഇനി ഔട്ടർ വീൽ എടുക്കുകയാണെങ്കിൽ ഔട്ടർ വീലിന്റെ അപ്വേർഡ് ആണ് വരിക. ഔട്ടർ വീൽ എടുക്കുമ്പോൾ അപ്വേർഡും ഇന്നർ വീൽ ഡൗൺവേർഡും ആയിട്ടാണ് വരിക. സോ അത് അതേപോലെ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ ഡിവൈഡ് ബൈ 2 കൊടുക്കും. കാരണം ഔട്ടർ വീൽ പറഞ്ഞാൽ നമ്പർ 2 നമ്പർ 4 വീലുമാണ്. ഇന്നർ വീൽ പറഞ്ഞാൽ നമ്പർ 1 നമ്പർ 3 പറഞ്ഞ വീലുകളാണ്, ശ്രദ്ധിക്കുക. അതേപോലെ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ വീൽ ടെൻഡ്സ് ടു ലിഫ്റ്റ് ഇന്നർ വീൽ ആൻഡ് ലിഫ്റ്റ് ദ ഔട്ടർ വീൽ. അതെങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. വെഹിക്കിൾ നമ്മൾ ഇവിടുന്ന് ഫ്രണ്ട് വീൽ നിന്ന് നോക്കുകയാണ്. ഫ്രണ്ടിൽ വീൽ നിന്ന് നോക്കുന്ന സമയത്ത് വീൽ ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. ടേക്കിംഗ് എ റൈറ്റ് ടേൺ ആണ്. റൈറ്റ് ടേൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. സോ AB ആണ് നിങ്ങളുടെ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് തമ്പ് റൂൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത്
ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. അതായത് വെഹിക്കിളിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് വീലിനെ ഫ്രണ്ട് വീല് പൊക്കുകയും റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് വിൽ ലിഫ്റ്റ് ദ ഇന്നർ വീൽ ആൻഡ് ഡിപ് ദ ഔട്ടർ വീൽ. നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഔട്ടർ വീലിനെ ലിഫ്റ്റ് ചെയ്യുകയും ഇന്നർ വീലിനെ ഡിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഡയറക്ഷൻ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ അതിനനുസരിച്ചിട്ട് എഞ്ചിനും കണ്ടുപിടിച്ചു, എഞ്ചിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ചു. 75 × 0.1² ഈക്വൽ ടു 0.75 kg/m². ഇക്വേഷനിൽ കപ്പിൾ കണ്ടുപിടിക്കാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, I × G × V² ഒറ്റ എഞ്ചിനേ ഉള്ളൂ. സോ ഹിയർ എഞ്ചിന്റെ ഗൈറോസ്കോപ്പിക് കപ്പിൾ കിട്ടും. റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നേരെ ഇന്നർ വീലിനെ ലിഫ്റ്റ് ദ ഇന്നർ വീൽ ആൻഡ് ഡിപ് ദ ഔട്ടർ വീൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഫ്രണ്ട് വീലിൽ 1.2, അതായത് റിയാക്ഷൻ ഓഫ് ഗ്രൗണ്ട് ഓൺ ഈച്ച് ഫ്രണ്ട് വീൽ എടുക്കുന്ന സമയത്ത് ഇത് ഡൗൺവേർഡ് ആണ് വരിക. 1-2 എന്നുള്ളത് ഡൗൺവേർഡ് ആണ് വരിക. അതുപോലെ തന്നെ ഡൗൺവേർഡും ഇത് അപ്വേർഡും ആണ് വരിക. റിയാക്ഷൻ ഓൺ ദ റിയർ വീല് അപ്വേർഡ് ആണ് വരിക. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് വ്യൂ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കിട്ടി. ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഫ്രണ്ട് വീല് പൊക്കും, ബാക്ക് വീല് താഴ്ത്തും. അതാണ് ആ ഫിഗറിൽ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അത് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ബാക്ക് വീലിൽ അപ്വേർഡ് ആണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ സൈഡിൽ നോക്കുമ്പോൾ ഈ വെക്ടർ ഡയഗ്രാം വെച്ചിട്ട് B', A' നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സൈഡ് വ്യൂവിൽ നിന്നും ഈ വെഹിക്കിൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വെഹിക്കിളിന്റെ ഫ്രണ്ട് പൊന്തുകയും ബാക്ക് താഴുകയും ചെയ്യും. അപ്പൊ നമുക്ക് അത് അപ്ലൈ ചെയ്യാം. ഇനി റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ടെൻഡ്സ് ടു ലിഫ്റ്റ് ദ ഫ്രണ്ട് ആൻഡ് ഡിപ് ദ റിയർ വീൽ. ഓക്കെ, ഇനി റിയാക്ഷൻ ഓൺ ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ കപ്പിൾ ആണെങ്കിലോ CC = mv²/r × h ആണ് വരുന്നത്. സോ ജസ്റ്റ് വാല്യൂ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വെക്ടർ മൊമെന്റ് കിട്ടും. ഇനി ഈച്ച് വീല് കിട്ടണമെങ്കിൽ ഔട്ടർ വീല് കിട്ടണമെങ്കിൽ /2W കൊടുക്കുക, ഡയറക്റ്റ് കിട്ടും. അപ്വേർഡ് ആയിരിക്കും ഔട്ടർ വീലിൽ വരിക, ഡൗൺവേർഡ് ആയിരിക്കും ഇന്നർ വീലിൽ വരിക. ഇനി അത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്വേർഡ് ഉള്ളത് പോസിറ്റീവ്, ഡൗൺവേർഡ് ഉള്ളത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. സോ യു വിൽ ഗെറ്റ് R1, അതേപോലെ R2, R3, R4, അങ്ങനെ 4 വീലിന്റെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൗണ്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് അതിലെ അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം. ഇനി അതുപോലെ തന്നെ എക്സാമിന് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയി ചോദിക്കാറില്ല, എന്നാൽ കൂടെ ചോദിക്കുന്നതാണ്. ഒരു വീലിലുള്ള ഒരു ട്രോളി ചെരിഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മാസ് 1800, തീറ്റ 10 ഡിഗ്രി ആണ്, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ വന്നിട്ടുണ്ട്, W, R, M, K, R, H എല്ലാം തന്നിട്ടുണ്ട്, V എല്ലാം തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഡെഡ് വെയിറ്റ് പറയുന്ന W എന്ന് പറയുന്നത് ഒരു തീറ്റ ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എടുക്കുകയാണെങ്കിലും അതിന്റെ FC ഒരു FC cos θ ഉണ്ടാവും. ശരിയല്ലേ? FC ഒരു FC cos θയും അതേപോലെ W ഒരു W cos θയും W sin θ എല്ലാം ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ മതി. FC ഒരു FC sin θ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിന്റെ റിയാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആ പെർപെൻഡിക്കുലർ ഫോഴ്സുകൾ ഒന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യണം. സോ RA + RB എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ mg cos θ, അതാണ് വെയിറ്റിന്റെ cos θ, mg cos θ പ്ലസ് FCക്ക് വരാം, അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് വരാം mr⍵² അല്ലെങ്കിൽ mv²/r, അതാണ് ഇൻറ്റു sin θ. അത് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടോട്ടൽ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി അടുത്തത് ബിയിലോ എയിലോ മൊമെന്റ് എടുക്കുന്ന കേസിൽ നിങ്ങൾ ഇവിടെ എയിലോ ബിയിലോ ഏതെങ്കിലും ഒരു പോയിന്റിലെ മൊമെന്റ് എടുക്കുകയാണെങ്കിൽ ആ റിയാക്ഷൻ ക്യാൻസൽ ചെയ്ത് പോകും. സോ ബിയിൽ മൊമെന്റ് എടുക്കുകയാണെങ്കിൽ RA ഇൻറ്റു ആ ട്രാക്കിന്റെ വിഡ്ത്ത് ഇൻറ്റു mg cos θ ഇൻറ്റു mg cos θ. mg cos θ എന്ന് പറയുന്നത് ഇതാണ്, അവിടെ നിന്നുള്ള W-ന്റെ ഹാഫ് ഡിസ്റ്റൻസ് W/2 വരും, പ്ലസ് FC sin θ ഇൻറ്റു W2 ഇൻറ്റു mg sin θ h മൈനസ് FC cos θ ഇൻറ്റു h. ജസ്റ്റ് ആ ഇക്വേഷൻ
മൊമെന്റിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആർ നിങ്ങൾക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. തീറ്റക്ക് 10 ഡിഗ്രി കൊടുക്കുമ്പോൾ ആർ എസ് ഈക്വൽ ടു 6781 കിട്ടും. ആർ എ കിട്ടിക്കഴിഞ്ഞാൽ ആർ ബി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കുക, ആർ എ പ്ലസ് ആർ ബി എന്നുള്ള ഇക്വേഷൻ. സോ നമുക്ക് രണ്ട് റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ ഡ്യൂ ടു ഗൈറോസ്കോപ്പിക് കപ്പിൾ കണ്ടുപിടിക്കാം. ആർ എയും ആർ ബിയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ആണ്. 2i ഒമേഗ ഇൻറ്റു കോസ് തീറ്റ വരും. ഒമേഗ ഡബ്ല്യുവിന്റെ ഇവിടെ ഒരു കോസ് തീറ്റ എന്നുള്ള ഒരു ടേം കൊടുക്കേണ്ടി വരും. വേറെ വ്യത്യാസമൊന്നുമില്ല. ഡയറക്റ്റ് ആ വാല്യൂ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഗൈറോസ്കോപ്പിക് കപ്പിൾ കിട്ടും. ഔട്ടർ വീൽ ആകുമ്പോൾ ഡിവൈഡ് ബൈ 2w ചെയ്യുക, അത് അപ്പ് വേർഡ് ആയിരിക്കും. ഇന്നർ വീല് ഡൗൺ വേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രഷർ ഓൺ ഔട്ടർ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിന്റെ റിയാക്ഷനും ഗ്രൗണ്ട് റിയാക്ഷനും ഗൈറോസ്കോപ്പിക് കപ്പിളിന്റെ ഗ്രൗണ്ട് റിയാക്ഷനും കൂടെ ആഡ് ചെയ്യണം. പ്രഷർ ഈസ് ഓപ്പോസിറ്റ് ടു ദ റിയാക്ഷൻ. പ്രഷർ ഈസ് ഓപ്പോസിറ്റ് ടു ദ റിയാക്ഷൻ ആണ്, അത് മറക്കരുത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ വാല്യൂസ് കിട്ടാൻ പറ്റും. ഓക്കെ, താങ്ക് യു.